സംഗീത സംവിധായകൻ ഗോപി സുന്ദർ സൈബർ ബുള്ളിങ്ങിന്റെ ഇരയാണ്. ഏതൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചാലും ഇപ്പോഴും താരത്തെ ആക്രമിക്കാൻ ആളുകൾക്ക് വലിയ ആവേശമാണ്. ഒരു പെൺകുട്ടിക്കൊപ്പമുള്ള ചിത്രം പോലും പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഒരാൾ ഗോപി സുന്ദറിനെ ടാഗ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ പുതിയ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതിലെ ചില കമന്റുകളും ഗോപി സുന്ദറിന്റെ മറുപടിയും ശ്രദ്ധ നേടുന്നു. എൻ്റെ അടുത്ത പാട്ട് ഞാൻ ഗോപിച്ചേട്ടനു വേണ്ടി പാടി. ഈ മനോഹരമായ മെലഡി എനിക്ക് സമ്മാനിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ചിത്രത്തിന് താഴെ ഭദ്ര കുറിച്ച വാക്കുകളാണിത്. ഭദ്ര രജിൻ എന്ന പെൺകുട്ടിയാണ് ഈ പോസ്റ്റ് പങ്കുവച്ചത്. ചിത്രത്തിൽ ഭദ്രയെ കാണാം. ഗോപി സുന്ദറിന്റെ സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ നിന്നെടുത്ത ചിത്രമാണ് ഇത്. ഒരു നന്ദി പ്രകടനം തന്നെയായിരുന്നു ഭദ്രയുടെ വാക്കുകളിലൂടെ തോന്നുന്നത്. എന്നാൽ അതിന് താഴെ വന്ന കമന്റുകളാണ് അസഹനീയം. ഇതിൽ ഒരാൾ കമന്റ് ചെയ്തത് ബി കെയർഫുൾ എന്നാണ്. അതിന് ഗോപി സുന്ദറിന്റെ മറുപടി ശ്രദ്ധേയമായിരുന്നു. മോനെ, 100 മോനെ, അവൾ എൻ്റെ സ്വന്തം അനുജത്തിയെ പോലെയാണ്. ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ ഒരുപാട് വിഷമമുണ്ടാക്കുന്നുണ്ട്. എന്തായാലും എൻ്റെ സഹോദരിയോട് കാണിച്ച ഈ കരുതലിന് നന്ദി. മറ്റൊരാൾ ചോദിച്ചത് പുതിയതാണോ എന്നാണ്. ഒന്നും പറയാനില്ല സഹോ എന്നാണ് ആ കമന്റിന് ഗോപി മറുപടി പറഞ്ഞത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, അടുത്തത് നീ. ഗോപി മോനെ, ഞങ്ങൾ കമന്റ് ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റ് ഇടാമോ? ഒന്ന് അടിച്ചു കയറി വരാൻ. ഇത്തരത്തിലുള്ള കമന്റുകളാണ് പോസ്റ്റിന് കീഴെ വരുന്നത്. പലരും പഴയ പോസ്റ്റുകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് കമന്റ് ചെയ്തത്. ഗോപി സുന്ദറിന്റെ വാളിൽ വരുന്ന ചിത്രങ്ങളും പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിൽ അവരെയും ആളുകൾ ആക്രമിക്കുന്നത് ഈ രീതിയിലാണ്. ഇത് സത്യത്തിൽ തെറ്റായ രീതിയാണ്. ഒരാൾക്ക് വ്യക്തിപരമായ ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടായതിനാൽ അയാൾക്ക് എല്ലാ സ്ത്രീകളോടും അത്തരത്തിൽ ബന്ധമുണ്ട് എന്ന ധാരണ സമൂഹത്തിനുണ്ട്. ഈയിടെ താനാര എന്ന ചിത്രത്തിലേക്ക് പാട്ടുപാടാൻ അവസരം ലഭിച്ച പ്രിയ നായർ എന്ന പെൺകുട്ടി ഗോപി സുന്ദറിന് നന്ദി പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിലും മോശം കമന്റുകളായിരുന്നു ആ പോസ്റ്റിന് കീഴെ വന്നത്. ഭദ്ര രജിൻ മികച്ച ഗായികയാണ്. നല്ല ഒരുപിടി പാട്ടുകൾ ഭദ്ര പാടിയിട്ടുണ്ട്. ഹൃദയം സിനിമയിലെ പുതിയൊരു ലോകം രാരാരക്കമ്മ എന്ന പാട്ടിന്റെ മലയാള വേർഷൻ ഭദ്രയാണ് പാടിയത്. ജയഗണേഷിലെ നേരം എന്നു തുടങ്ങുന്ന ഗാനവും ഭദ്ര പാടിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, അന്യഭാഷാ സിനിമകളിലെ മലയാളം വേർഷനുകളിലെ പാട്ടുകളെല്ലാം പാടാൻ ഭദ്രയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വർഷം കൂടുതലും തെലുങ്ക് സിനിമകൾക്ക് വേണ്ടിയാണ് ഗോപി സുന്ദർ സംഗീതം നൽകിയത്. തുണ്ട്, പെരുമാനി എന്ന ചിത്രത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും മികച്ച നിരവധി സിനിമകളിലൂടെ ഗോപിയുടെ സംഗീതം ഒരുങ്ങുന്നുണ്ട്. തെലുങ്കിലും മലയാളത്തിലും ഗോപി സുന്ദർ ഒരുപോലെ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്.